എക്സൂസിയ. വാവ്, എത്ര ശക്തമായ വാക്കാണത്, എത്ര ആഴമേറിയ വെളിപ്പാടാണത്. കർത്താവ് യേശു ക്രിസ്തു യോർദാന്റെ കരയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം ഗലീലയിലെ കഫർനഹൂമിലെ പള്ളിക്കകത്ത് കയറി വന്നിട്ട് പതിവ് പോലെ താൻ പ്രവാചകന്റെ ചുരുള് നിവർത്തി അതിനകത്ത് നിന്ന് ഉപദേശിച്ചു തുടങ്ങുമ്പോൾ പള്ളിക്കകത്ത് വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവൻ്റെ ഉള്ളിനകത്തിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ദുരാത്മാവ് വെളിപ്പെടുകയും തൻ്റെ വായിൽ നിന്ന് വരുന്ന അസാധാരണമായ ആ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽ, എക്സൂസയിൽ താൻ അതിനെ പുറത്താക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടു നിന്ന യഹൂദന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ ഒരുമിച്ച് ചോദിക്കുന്നു, ഞങ്ങളുടെ പൂർവികന്മാർ മോശ, യോശുവ, ദാവീദ്, അബ്രഹാം ഇവരൊന്നും ചെയ്തിട്ടില്ലാത്ത പുതിയ ഈ ശുശ്രൂഷ ഇവന് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു? ഈ പുതിയ ശുശ്രൂഷ, ഈ പുതിയ തരം മിനിസ്ട്രി ഇവന് ആരാ കൊടുത്തത്? ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ചതാണ്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ ഉണ്ടെങ്കിൽ അവൻ്റെ മേൽ അധികാരവും കാണും, അവൻ്റെ മേൽ ശക്തിയും കാണും. പരിശുദ്ധാത്മാവിന് രണ്ട് കരങ്ങളുള്ളതുപോലെ ഒരു കയ്യിൽ ശക്തിയും ഉണ്ടാകും, ഒരു കയ്യിൽ അധികാരവും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എനിക്കും നിങ്ങൾക്കും ദൈവം ഇതുപോലെ അത് പകുത്ത് നൽകിയിരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മേലും പരിശുദ്ധാത്മാവിൻ്റെ അധികാരമുണ്ട്, അവൻ്റെ ശക്തിയുമുണ്ട്. എക്സൂസിയ, അധികാരം. യവനായ ഭാഷയിൽ അധികാരത്തിന് കൊടുത്തിരിക്കുന്ന പദമാണ് എക്സൂസിയ. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ വെളിപ്പാടിൻ്റെ മറ്റൊരാഴത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. യേശു 30 വയസ്സുവരെ ജീവിച്ചത് മറുരാജ്യങ്ങളിലൊന്നും ആയിരുന്നില്ല. യേശു ജീവിച്ചത് പാലസ്തീനിലെ നസ്രേത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിൽ തന്നെയാണ്. ഗലീലാക്കാർക്ക് പലർക്കും നസ്രേത്ത് അറിയാം, നസ്രേത്തിലെ യോസേഫിൻ്റെ മകനായ യേശുവിനെയും അറിയാം. യഹൂദിയിലുള്ള പലർക്കും ഇവനെ അറിയാം, ഇവൻ്റെ പപ്പയെ അറിയാം, ഇവൻ്റെ അമ്മയെ അറിയാം. അപ്പോൾ ആ നാട്ടിൽ കുറച്ചു പേർക്കൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് നസ്രേത്തിൽ ജനിച്ചു വളരുന്ന യേശുവ, മറിയയുടെ മകനായ യേശുവ. എന്നാൽ യോർദാന്റെ കരയിലേക്ക് പോയതിന് ശേഷം യേശുവിൻ്റെ മേൽ കിടന്ന ഈ നാടും നാട്ടുകാരും അറിയുന്ന ഒരു അറിവുണ്ടല്ലോ, അതങ്ങ് പൊളിഞ്ഞുപോയി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അല്ലെങ്കിൽ 30 വർഷങ്ങളായി തൻ്റെ കൺമുമ്പിൽ കളിച്ചു വളർന്നു വരുന്ന യേശുവിനെ കുറിച്ച് ആ നാട് ധരിച്ചു വച്ചിരുന്ന ധാരണ യോർദാന്റെ കരയിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം യേശുവിൻ്റെ മേൽ നിന്ന് പൊളിഞ്ഞുപോയി. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആലോചന പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ, നിങ്ങളെ അറിയാവുന്ന വീട്ടുകാരുടെ നടുവിൽ, നിങ്ങളെ അറിയാവുന്ന ചുറ്റുവട്ടത്തിൻ്റെ നടുവിൽ തന്നെ നിങ്ങൾ ആരാണെന്നറിയാം, നിങ്ങൾ ജനിച്ചതറിയാം, നിങ്ങൾ വളർന്ന ഘട്ടങ്ങൾ അറിയാം, നിങ്ങളുടെ സ്കൂൾ ജീവിതം അറിയാം, നിങ്ങളുടെ കോളേജ് ജീവിതം അറിയാം. ഇപ്പോൾ നിങ്ങൾ തിരുവെഴുത്തും ഉയർത്തിപ്പിടിച്ചൊരു ദൈവദാസനായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ജീവിതവും അറിയാം. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ ചിന്തകൾ അവരുടെ ഹൃദയത്തിനകത്തൊരു സങ്കല്പത്തെ നൽകുന്നുണ്ടോ? ഇവൻ എത്രയൊക്കെ പറഞ്ഞാൽ ഇവൻ ഇന്നയാളുടെ മോൻ അല്ലേ, ഇവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തത് നമുക്കറിയാമല്ലോ, ഇവൻ കോളേജിൽ പോയപ്പോൾ കാണിച്ച കുരുത്തക്കേടൊക്കെ നമുക്കറിയാമല്ലോ. ആ ധാരണകളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരം ഒരുവൻ്റെ മേൽ വീണ് കഴിയുമ്പോൾ, ആ അധികാരം വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നാട്ടുകാരുടെ ഹൃദയത്തിൽ നിന്നും പാടെ അടർന്നു പോകും. കാരണം അധികാരം നിന്നെ വ്യത്യസ്തനാക്കി മാറ്റുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അധികാരം നിങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞാൽ അത് നിങ്ങളെ വ്യത്യസ്തരാക്കി മാറ്റും. അപ്പോൾ അന്ന് വരെ ഈ നാട്ടിലുള്ള പല ആൾക്കാർക്കും യേശുവിനെ അറിയാമായിരുന്നു. പക്ഷെ യേശുവിനെ എങ്ങനെ അറിയാമായിരുന്നു? മേരിയുടെ മകൻ, മറിയയുടെ മകൻ, യോസേഫിൻ്റെ മകൻ, നസ്രത്തിലെ ആശാരി ചെറുക്കൻ എന്നറിയാമായിരുന്നു. എന്നാൽ കഫർനഹൂമിലെ ഈ പള്ളിക്കകത്ത് നടക്കുന്ന ഒരു അത്ഭുതത്തോടു കൂടി അവനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. സംഭാഷണ വിഷയമായി മാറി. ഒരു ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് യേശു മാറി. ഇത് യേശു മാറി എന്നതിനേക്കാൾ ഉപരി എനിക്ക് പറയാൻ ആഗ്രഹം, യേശുവിനെ പരിശുദ്ധാത്മാവ് അങ്ങനെ മാറ്റി തീർത്തു എന്നാണ്. വാവ്! ആത്മാവിൻ്റെ അധികാരം ഒരുവൻ്റെ മേൽ വീണ് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അധികാരം ഒരുവൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ നാടും നാട്ടുകാരും ഒക്കെ നിന്നെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളൊരു സംസാര വിഷയമായി മാറുന്ന സമയം വരുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ അധികാരം നിങ്ങളുടെ മേൽ വീണ് കഴിയുമ്പോൾ, നിങ്ങൾ
നിങ്ങളുടെ അധരങ്ങളിലൂടെ, നിങ്ങളുടെ നാവുകളിലൂടെ ദൈവാത്മാവിൻ്റെ ശക്തിയും അധികാരവും പുറപ്പെടുമ്പോൾ നിങ്ങളൊരു സംസാര വിഷയമായി മാറും. അനേകരുടെ സഭകളിൽ നിങ്ങളൊരു സംസാര വിഷയമായി മാറും. അനേകരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിങ്ങളൊരു സംസാര വിഷയമായി മാറും. അനേകർ ഒരുമിച്ച് കൂടുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ച് സംസാരിക്കും. കാരണം നിങ്ങളുടെ മേൽ അധികാരമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്തുതിയും പടരാൻ തുടങ്ങുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 31 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ വസ്തുതകളെല്ലാം പഠിച്ചു വരുന്നത്. 37-ാമത്തെ വാക്യം പറയുന്നു, അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഇന്ന് വരെ അറിയാവുന്നവർ തന്നെയായിരുന്നു, പക്ഷെ ഇന്ന് വരെ അറിഞ്ഞതുപോലെ അല്ല ഇപ്പോൾ അവനെ അറിയുന്നത്. ഇപ്പോൾ അവനെക്കുറിച്ചുള്ള പറച്ചിൽ, അവനെക്കുറിച്ചുള്ള സംഭാഷണം, അവനെക്കുറിച്ചുള്ള ധാരണ ആശാരിയായ യോസേഫിന്റെ മകനായ ആശാരി ചെറുക്കനായ മറിയയുടെ മകനായ നസറേത്തിലെ യേശു എന്നല്ല, മറിച്ച് ഒരൊറ്റ വാക്കുകൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുന്ന ദൈവപുത്രനാണ് എന്നുള്ള വാർത്ത പ്രചരിക്കപ്പെടുകയാണ്. നമ്മുടെ ഈ ശുശ്രൂഷയിലും ജീവിതത്തിലും ഒക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് വളരാൻ കഴിയാതിരിക്കുന്ന ഒത്തിരി പരിമിതമായ സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ബൗണ്ടറീസ് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഒരു മാർഗരേഖ, അല്ലെങ്കിൽ ഒരു പരിമിതിയുടെ ലൈൻ എന്ന് വേണേൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, കയ്യിൽ പണം കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു ലെവലിനപ്പുറം അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാതെ, ഒരു പരിധിക്കപ്പുറം സേവിങ്സ് ചെയ്യാൻ പറ്റാതെ, ഒരു പരിധിക്കപ്പുറം ആ പണം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക മേഖലയിൽ ഒരു പരിധി ചിലപ്പോൾ നിങ്ങളിൽ പലരും അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. എത്ര പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്റർ, എത്ര ഉപവസിക്കുന്നുണ്ട് പാസ്റ്റർ, എന്തോരം കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നു, പക്ഷേ ശുശ്രൂഷയിൽ ആ ഒരു പുരോഗതി കിട്ടുന്നില്ല. അന്നും 10 പേരെടുത്ത് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും 10 പേരുള്ള സഭയിൽ തന്നെ ഇരിക്കുന്നു, അന്നും ഒരു സംഘടനയുടെ കീഴിൽ നിന്ന് എന്തോ ചെറിയ തുച്ഛമായ തുക വാങ്ങിച്ച് ജീവിക്കുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയാതെ, ഒരു അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയാതെ, ആരോ നിയന്ത്രിക്കുന്ന ഒരു പരിധിക്കകത്ത് ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണാതെ പോകരുത്. ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ ശുശ്രൂഷകളിലായിക്കോട്ടെ, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ആ ജോലിയിൽ നിന്ന് ഒരു പ്രൊമോഷനിലേക്ക് കയറാൻ പറ്റുന്നില്ല, ഒരു പരിധിക്കകത്ത് കിടക്കുകയാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു വളർച്ച കാണാൻ കഴിയുന്നില്ല. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, ഒരു അടുത്ത പുരോഗതിയിലേക്ക് കയറാൻ കഴിയാതെ ഒരു ബൗണ്ടറിക്കകത്ത് കിടക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ പകലിൽ ഞാൻ ആത്മനിറവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. യേശുവിന് 30 വർഷം വരെ ഉണ്ടായിരുന്ന ബൗണ്ടറി പൊട്ടിയത് സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും വെളിപ്പെട്ട് വന്നപ്പോഴല്ല, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരികയും പരിശുദ്ധാത്മാവിന് അവന് നൽകിയ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൻ്റെ ശ്രുതി, അവൻ്റെ പേര്, അവനെക്കുറിച്ചുള്ള വർത്തമാനം എല്ലാ പ്രവിശ്യകളിലേക്കും പടർന്നു. അവനെക്കുറിച്ചുള്ള ബൗണ്ടറികൾ പൊട്ടിയിട്ട് അവൻ ആ പരിധിക്ക് മുകളിലേക്ക് വളർന്നുവെങ്കിൽ ഇതിനകത്തുനിന്ന് ദൈവാത്മാവ് നമുക്ക് നൽകുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ താക്കോലുണ്ട്. എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ശരി തന്നെയാണ്. വചനം വായിക്കുന്നുണ്ടായിരിക്കും, ശരി തന്നെയാണ്. ആരാധിക്കുന്നുണ്ടായിരിക്കാം, ശരി തന്നെയാണ്. പണം സമ്പാദിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു, ശരി തന്നെയാണ്. പക്ഷേ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചോ, ഇപ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ ആ ഒരു ഔട്ട് പോറിങ്, ഒരു ആത്മപകർച്ച നിങ്ങളുടെ മേൽ വീഴുകയും ഈ ദൈവരാജ്യത്തിൻ്റെ, ഈ ദൈവശക്തിയുടെ അധികാരം നിങ്ങളുടെ നാവുകളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു തരികയും ആ അധികാരത്തിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ കയ്യാലല്ല, നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്ന അധികാരം നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത്. എൻ്റെ കൂടെ ചേർന്ന് രാമൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ ദൈവം ഇറങ്ങി വരുന്നത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളിലേക്ക് തന്നതിനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ലെവലുകൾ ഓപ്പൺ ആകുന്നത്. ഞാൻ ആരോടൊക്കെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ ഒരു ആത്മദർശനം കാണിക്കുന്നത്, ചിലരുടെ കയ്യിൽ ടൂളുണ്ട്, പക്ഷെ അവർ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. ഞാനൊരു ഭാവന പറഞ്ഞ് ദൈവം എന്നോട് കാണിക്കുന്ന ഈ പ്രവാചക ശബ്ദത്തെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കാലുകൾ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒരു കുറ്റിയിൽ അടിച്ചിട്ട് ഒരു ചങ്ങല പോലെ കെട്ടി നിങ്ങളുടെ കാലിൽ ലോക്ക് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആ പരിധി വരെ. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആ പരിധി വരെ. നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആ പരിധി വരെ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, ആ പരിധി വരെ. പിശാചൊരു പരിധി ഇട്ട് നിങ്ങളുടെ കാലിൽ ലോക്ക് ഇട്ട് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്ക് ഇതിനപ്പുറം പോകണം,
ഈ പരിധിക്കപ്പുറം എനിക്ക് പോകണം, ഈ പരിധിക്കപ്പുറം എനിക്ക് ഉയരണം, ഈ പരിധിക്കപ്പുറം എനിക്ക് വളർച്ച ഉണ്ടാകണം, എൻ്റെ ശുശ്രൂഷയിൽ ഒരു പുരോഗതി ഉണ്ടാകണം. ഹല്ലേലൂയ. ഇതിനപ്പുറം എനിക്കൊന്ന് ഉയരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു ദൂതന്റെ കയ്യിൽ നിങ്ങളുടെ കാലിൽ കിടക്കുന്ന പൂട്ടിനെ അഴിക്കാൻ മതിയായ അളവിലുള്ള, മതിയായ യോജിച്ച ഒരു വലിയ താക്കോല് കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തരുന്നു. ശ്രദ്ധിച്ച് കേട്ടോണം, ഇതൊരു ഭാവനയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുടെ കാലിൽ കിടക്കുന്ന പൂട്ടിനെ അഴിക്കാനുള്ള താക്കോൽ ഇപ്പോൾ എവിടെ ഉണ്ട്? നിങ്ങളുടെ കൈവശമുണ്ട്. ഈ താക്കോലും കയ്യിൽ വെച്ചിട്ട് പിന്നെയും നിങ്ങൾ ആ പരിധിക്കകത്ത് കിടന്ന് വർഷങ്ങളോളം ചുറ്റിത്തിരിഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവെ നീ ഇറങ്ങി വന്ന് എൻ്റെ പൂട്ടഴിച്ചു തരണമേ, നീ ഇറങ്ങി വന്ന് എൻ്റെ ബന്ധനം അഴിക്കണമേ, നീ ഇറങ്ങി വന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ബാധ്യത എടുത്തു കളയണമേ, നീ ഇറങ്ങി വന്ന് എൻ്റെ കുടുംബത്തിനകത്ത് അത് ചെയ്യണമേ, അവിടെ നിന്ന് തന്നെ ഇത് അഴിക്കണമേ അഴിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുക, പമ്പര വിധി, വർഷങ്ങൾ എത്രയോ ആയി അതിനെ അഴിക്കാനുള്ള താക്കോൽ നിന്റെ കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്നെ വെറുതെ ശല്യപ്പെടുത്താതെ താഴോട്ട് കുനിഞ്ഞ് നിന്റെ കാലിൽ കിടക്കുന്ന പൂട്ടഴിക്കാൻ നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന താക്കോൽ ഉപയോഗിച്ച് തുറക്ക്. എന്നിട്ട് ആ പൂട്ടിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളിടത്തോട്ടോ ഇഷ്ടമുള്ള മേഖലകളിലേക്ക് നടന്നു കയറ്. ഈ ഭാവന നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നെങ്കിൽ ഇതിനേക്കാൾ വിചിത്രമാണ് നമ്മുടെ പലരുടെയും ജീവിതം. പ്രാർത്ഥിക്കുന്നു, എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവെ നെക്സ്റ്റ് ലെവൽ ഓപ്പൺ ആകട്ടെ. പ്രാർത്ഥിക്കുന്നു, കർത്താവ് എന്താ നെക്സ്റ്റ് ലെവലിൽ പ്രോസ്പെരിറ്റി ഓപ്പൺ ആകട്ടെ. കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ ശാപം മാറി സ്വസ്ഥത വരട്ടെ. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നപ്പോൾ നിങ്ങളുടെ അധരങ്ങളിൽ പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കാൻ കഴിയുന്ന, അഴിക്കാൻ കഴിയുന്ന, അടയ്ക്കാൻ കഴിയുന്ന, അടക്കാനും തുറക്കാനും കഴിയുന്ന ഒരു താക്കോൽ തന്നിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ശരീരങ്ങളിൽ, ചിലരുടെ കൈകളിലേക്ക് കർത്താവ് കീകളെ കൊടുക്കുകയാണ്, ടൂൾസിനെ കൊടുക്കുകയാണ്. നിങ്ങളുടെ സാഹചര്യത്തെ കെട്ടിയിരിക്കുന്ന ആ പരിമിതിക്കകത്ത് നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ, ആ പരിമിതിക്കകത്ത് നിങ്ങളെ ഇട്ടേക്കുന്ന ആ ബൗണ്ടറി പൊട്ടിക്കാൻ കഴിവുള്ളൊരു ടൂൾ കർത്താവ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് നിങ്ങളുടെ മേൽ കിടക്കുന്ന എക്സൂസിയാണ്, അധികാരമാണ്. ആ അധികാരം ഒരു ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ സാഹചര്യങ്ങൾ പൊട്ടും. ഹല്ലേലൂയ. യേശു തൻ്റെ മേൽ നൽകിയ അധികാരത്തെ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ കഫർനഹൂമിലും ഗലീലയിലും പത്രോസിന്റെ വീട്ടിലും പടകിലും നയീന്റെ പട്ടണത്തിലും ലാസറിന്റെ കല്ലറയുടെ മുമ്പിലുമൊക്കെ യേശു തൻ്റെ മേൽ നൽകിയിരുന്ന അധികാരം ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിനെ കുറിച്ച് അങ്ങനെ ഒരു ഹിസ്റ്ററിയെ ഉണ്ടാകുകയില്ലായിരുന്നു. പള്ളിയിൽ നിന്ന് ഭൂതം പോയൊരു ചരിത്രം വേദപുസ്തകത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നേ. ലാസർ ഉയർത്ത ചരിത്രം വേദപുസ്തകത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. വിധവയുടെ മകൻ എഴുന്നേറ്റ ചരിത്രം പുസ്തകങ്ങളിൽ ഉണ്ടാകത്തില്ലായിരുന്നു. പടക് നിറഞ്ഞ ചരിത്രം വേദപുസ്തകം എഴുതത്തില്ലായിരുന്നു. മറിച്ച് അവൻ തനിക്കും പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ച അധികാരത്തെ ഉപയോഗിച്ചതുകൊണ്ട് അതെല്ലാം ഹിസ്റ്റോറിക്കലി റിമാർക്ക് ചെയ്യുന്ന കാര്യങ്ങളായി മാറിയെങ്കിൽ ചരിത്രത്തെ തിരിക്കുന്ന ചിലത് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരത്തിനകത്തുണ്ടെന്ന് എൻ്റെ കൂടെ വിശ്വസിച്ചാമേ പറഞ്ഞു. ആ പരിധിക്കകത്ത് നിന്ന് നിങ്ങളെ പുറത്തോട്ട് എടുക്കാൻ കഴിയുന്ന എക്സൂസിയ നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. അയ്യോ പാസ്റ്റേ, അതെങ്ങനെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയും? വളരെ സിംഗിൾ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ അധികാരമുണ്ടെങ്കിൽ, കമോൺ, ഇപ്പോൾ തന്നെ വായ തുറന്ന് എൻ്റെ ആ പരിധി പൊട്ടട്ടെ എന്ന് പറയും. എൻ്റെ ആ സാഹചര്യത്തെ ബ്രേക്ക് അങ്ങട്ടെ എന്ന് പറയേ. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നപ്പോൾ, യേശു യെരിഹോവിലേക്ക് വന്നപ്പോൾ, യേശു കഫർനഹൂമിലേക്ക് വന്നപ്പോൾ, യേശു ഗലീലയിലേക്ക് വന്നപ്പോൾ, യേശുവിലൂടെ ഈ മിറക്കിൾസ് എല്ലാം സംഭവിച്ചെങ്കിൽ, യേശുവിലൂടെ അത്ഭുതങ്ങളെല്ലാം സംഭവിച്ചെങ്കിൽ, അതിന് മുഖാന്തരമായിട്ട് അവൻ്റെ ശ്രുതി യഹൂദിയിലും യെരുശലേമിലും ശമരിയിലും പലയിടങ്ങളിലും പരന്നുപോയെങ്കിൽ, തൻ്റെ ശുശ്രൂഷയുടെ പരിധി അങ്ങനെ പൊട്ടിയെങ്കിൽ, തൻ്റെ സാമ്പത്തിക മേഖലയുടെ പരിധി അങ്ങനെ പൊട്ടിയെങ്കിൽ, താൻ നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യാത്രകൾക്ക് വേണ്ടി അങ്ങനെ തുറന്നെങ്കിൽ, കമോൺ, ഇറ്റ്സ് യുവർ ടേൺ. ഇത് നിന്റെ സമയമാണ്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ഇന്ന് നിങ്ങളുടെ നടുവിൽ വന്ന് സംസാരിക്കുകയാണ്. ഇത് നിങ്ങളുടെ സമയമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്, അധികാരം നിങ്ങളുടെ മേലുണ്ട്. കമോൺ, വായ തുറക്കുക. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന, നിങ്ങളെ പൂട്ടിയിരിക്കുന്ന, നിങ്ങളെ ബൗണ്ടറിയിലാക്കിയിരിക്കുന്ന, നിങ്ങളെ വരച്ച് ഒരു വൃത്തത്തിനകത്തിട്ടിരിക്കുന്ന വൃത്തത്തോട് പൊട്ടിമാറാൻ കൽപ്പിക്കുക. കാലിൽ കിടക്കുന്ന പൂട്ടിനെ തുറക്കാൻ കഴിയുന്ന താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. അതുപയോഗിച്ച് തുറന്ന് മുന്നോട്ട് ഓടാൻ തുടങ്ങുക, മുന്നോട്ട് കുതിക്കാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ എക്സൂസിയ അധികാരം നിങ്ങളുടെ മേലുണ്ട്. കമോൺ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സ്വർഗ്ഗീയ പിതാവേ, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മിനിറ്റിൽ തന്നെ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായി വാഗ്ദത്തം കേട്ടു, പക്ഷെ ആ വാഗ്ദത്തത്തിനകത്തോട്ടോ, വാഗ്ദത്തം അറിഞ്ഞു, പക്ഷെ അതിനകത്തോട്ടോ കയറാൻ കഴിയാതെ ഒരു പരിമിതിക്കകത്ത്, ഒരു ബൗണ്ടറിക്കകത്ത് കിടന്ന് നരകിക്കുന്ന, ചുറ്റി
തെറ്റിത്തിരിയുന്ന ജനത്തിന്റെ മേൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അധികാരം നിങ്ങളുടെ അധരങ്ങളിലുണ്ട്. എൻ്റെ കൂടെ ചേർന്ന് വായ തുറന്ന് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങുക. ഞാൻ ഇനി ഇങ്ങനെ ആകുകയില്ല, ഞാൻ ഇനി ഈ സാഹചര്യത്തിനകത്ത് കിടക്കുകയില്ല, ഞാൻ ഈ പരിധിക്കകത്ത് തുടരുകയില്ല, ഞാൻ എൻ്റെ കുടുംബവും ഇനി ഇങ്ങനെ ആകുകയില്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് കിടക്കാൻ മനസ്സില്ല. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സാഹചര്യങ്ങൾ വ്യതിയാനം ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ പുരോഗതി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ വർധന ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകട്ടെ. എനിക്ക് വേണ്ടി രാജ്യങ്ങൾ തുറക്കട്ടെ. എനിക്ക് വേണ്ടി രോഗസൗഖ്യം ഉണ്ടാകട്ടെ. എനിക്ക് വേണ്ടി ഫിനാൻഷ്യൽ ഗ്രോത്തുകൾ ഉണ്ടാകട്ടെ. എനിക്ക് വേണ്ടി സാമ്പത്തിൻ്റെ പുതുവഴികൾ തുറക്കട്ടെ. ഇൻ ജീസസ് മൈറ്റി നെയിം. പ്രാർത്ഥിച്ചോ. അധികാരം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ കയറുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിക്കുക. നിങ്ങളുടെ പരിധി പൊട്ടിയിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യം പോലെ നിങ്ങളുടെ ശ്രുതി നാടെങ്ങും പരക്കുകയും നിങ്ങളുടെ മേൽ വിശാലത വരികയും നിങ്ങളുടെ മേൽ എക്സ്പാൻഷനുകൾ ഉണ്ടാകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻ ജീസസ് മൈറ്റി നെയിം. ആമേൻ, ആമേൻ, ആമേൻ.